കൊല്ലത്തേക്കൊന്ന് പോയാലോ? രാഹുൽ, ഗുഡ് മോർണിംഗ്. കൊല്ലത്ത് എന്താണ് വിവരം? അവിടെ ഹോട്ടലുകളെയൊക്കെ കാര്യമായി തന്നെ ഈ പ്രശ്നം ബാധിച്ചിട്ടുണ്ടോ? ഗാർഹിക ഉപയോഗത്തിന്റെ കാര്യത്തിൽ ജനങ്ങളൊക്കെ എന്താണ് പറയുന്നത്? ഗുഡ് മോർണിംഗ്. ഏതായാലും രാവിലെ കടന്നു വരുന്ന ആളുകളോട് ഭക്ഷണം കഴിക്കാൻ, ചായ കുടിക്കാൻ എത്തുന്നവരൊരു ഗുഡ് മോർണിംഗ് പറയണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് കൊല്ലത്തെ ഈ ഹോട്ടൽ ജീവനക്കാരും ഉടമകളും ഒക്കെ ഉള്ളത്. നമ്മളിപ്പോൾ കണ്ണനല്ലൂരാണുള്ളത്. നഗരപ്രദേശത്തിൻ്റെ ഭാഗമാണ്, വലിയ ജംഗ്ഷനാണ്. അവിടെയൊക്കെ രാവിലെ ആളുകൾ എത്താറുണ്ട്. ഇപ്പോൾ എന്തായാലും നമുക്കിവിടെ കാണാം, ഇവിടെ ഇപ്പോൾ ഒരു ഗ്യാസിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഏതാണ്ട് ഒരു ദിവസം 4 മുതൽ 5 ഗ്യാസ് സിലിണ്ടർ വരെ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ ഏതാണ്ട് ഒന്നിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. ഈ ചായയുടെ കാര്യങ്ങൾ മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. അത് വലിയ പ്രതിസന്ധിയാണല്ലേ? ഭയങ്കര പ്രതിസന്ധിയാണ്. പ്രതിസന്ധി കഴിഞ്ഞാൽ 5-6 സിലിണ്ടർ ഉപയോഗിച്ചുകൊണ്ട് സ്ഥാനത്ത് ഇപ്പോൾ ഒരു സിലിണ്ടർ ഉണ്ട്, എന്ത് ചെയ്യാനാണ്? നമ്മൾ ചിന്തിക്കാവുന്നതല്ല. ഒരു സിലിണ്ടർ ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. മാത്രമല്ല ഹോട്ടൽ വ്യവസായം തന്നെ പ്രതിസന്ധിയിലാണ്. അതിന് വിലക്കയറ്റം ഒന്നും നിത്യോപയോഗ സാധനങ്ങളുടെ വില വെച്ചാൽ ദിവസവും കയറിക്കൊണ്ടിരിക്കുക. ഇതിപ്പോൾ ഈ ചായ ഒഴിവാക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല അല്ലേ? ചിലർ ഒഴിവാക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ ആ സിലിണ്ടർ 10 മണി വരെ യൂസ് ചെയ്തിട്ട് മറ്റൊരു പൊറോട്ടയ്ക്ക് കൊടുക്കണം. ഒരൊറ്റ സിലിണ്ടറാണ് ഉള്ളത്. ഒരു സിലിണ്ടർ നമ്മളെല്ലാം പോകുന്നത് വലിയ പാടാണ്. അതേപോലെ നിത്യോപയോഗ സാധനങ്ങൾ വെച്ചാൽ ദിവസവും സാധനങ്ങൾക്ക് വില കയറിക്കൊണ്ടിരിക്കുക. കയറുന്ന സാധനങ്ങളുടെ വിലയൊന്നും താഴോട്ട് വരുന്നില്ല. അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ നമുക്ക് ഹോട്ടലുകാർക്ക് അതിനെ ബാധിക്കുന്നില്ല. ഇത് തൊഴിലാളികൾക്കും പ്രശ്നമാണ്. തൊഴിലാളികൾക്കും പ്രശ്നമാണ്. തൊഴിലാളികളുടെ സമയത്ത് കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും ജോലിക്കാർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും കാരണത്താൽ അവർ പോയി കഴിഞ്ഞാൽ ആ സമയത്ത് ജോലിക്കാരെ കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ട് അറിയാമല്ലോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം സാധനങ്ങളുടെ ഈ കുഴച്ച് വയ്ക്കുക, അല്ലെങ്കിൽ സാധനം ഉണ്ടാക്കി വെച്ചിട്ട് സമയത്ത് എന്തെങ്കിലും അസുഖമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടം നമുക്ക് തന്നെയാണ്. ബുക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? നമ്മൾ ബുക്ക് ചെയ്യാൻ ശ്രമിച്ചോ? ബുക്ക് ചെയ്യാൻ ഫോൺ എടുക്കുന്നില്ല. ആരും ഗ്യാസിന് വിളിക്കാൻ ഫോൺ എടുക്കുന്നില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് അറിയില്ല. അവരുടെ സാധനം ഇല്ലാത്തതുകൊണ്ട് അവർ ഫോൺ എടുക്കാത്തത്. അതങ്ങനെ നടക്കുക. അപ്പോൾ എന്തായാലും നമ്മളിവിടെ മുൻപൊക്കെ വരുമ്പോൾ സജീവമായി നിൽക്കുന്ന മുൻവശമാണ്. കണ്ടില്ലേ, ഈ നിശ്ചലമായി കിടക്കുകയാണ്. ഇന്നലെ മുതൽ നിശ്ചലമായി കിടക്കുകയാണ് ഈ പറയുന്ന ഈ സ്ഥലങ്ങളെല്ലാം. കാരണം ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പല വിഭവങ്ങളും കുറയ്ക്കേണ്ടി വന്നു. ഇഷ്ടവിഭവങ്ങൾ തിരക്കി വരുന്നവർക്ക് അത് കഴിക്കാൻ കഴിയുന്നില്ല. അതിനപ്പുറത്തേക്ക് മറ്റു സങ്കടം ഇവർക്കില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം എപ്പോഴും എത്തുന്നവർ കൃത്യമായി ഇത് വരുന്നില്ല. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ചായ ഉണ്ടാക്കാനായിട്ടാണ് ഇപ്പോൾ ഗ്യാസ് കണക്ട് ചെയ്തിരിക്കുന്നത്. അത് തൊട്ടിപ്പുറത്തേക്ക് മാറ്റേണ്ടി വരും. ഇപ്പോൾ നമുക്ക് കാണാം ഈ ദോശ ചൂടാനും മറ്റിനുമായി. അങ്ങനെ ഒരു സിലിണ്ടർ വെച്ച് എത്ര സമയം വരെ ഓടാൻ കഴിയും എന്നുള്ളൊരു പ്രതിസന്ധിയുണ്ട്. ഇങ്ങനെയാണെങ്കിൽ എത്ര ദിവസം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും? അങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ ഇന്ന് അടയ്ക്കേണ്ട സ്ഥിതി വന്നിരിക്കുക. എന്ന് പറഞ്ഞാൽ ഗ്യാസില്ല, ഉള്ളതിനകത്ത് കുറച്ച് ഗ്യാസേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് ഗ്യാസ് കിട്ടിയില്ലെങ്കിൽ ഇന്ന് അടയ്ക്കേണ്ട സ്ഥിതി വരും. അവരോടൊക്കെ പറഞ്ഞു ഒരു ബുദ്ധിമുട്ട് അവർക്ക് അറിയാമെങ്കിൽ പോലും നമ്മുടെ ഭാഗത്ത് ഞങ്ങൾ പറഞ്ഞു. അവർക്കറിയില്ല, എല്ലാവർക്കും അറിയാം, ജനങ്ങൾക്ക് അറിഞ്ഞൂടെ. പറഞ്ഞിട്ടുണ്ട് ഗ്യാസിൽ നിന്ന് വരാതെ പ്രതിസന്ധി തന്നെ, ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് അടയ്ക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കും. ഞങ്ങൾക്ക് തന്നെ 2-3 സ്ഥാപനങ്ങൾ വേറെ ഉണ്ട്, ഹോട്ടൽ തന്നെ. അത് തന്നെയാണ്. അതായത് ഏറ്റവും പെട്ടെന്ന് ഇത് പൂട്ടിപ്പോകാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. പറഞ്ഞ് കുറച്ച് ആളുകൾ കൂടി കഴിക്കാൻ. രാഹുൽ, ഏതായാലും ഈ ചെറുകിട ഹോട്ടലുകൾ എളുപ്പത്തിൽ പൂട്ടി പോകേണ്ടി വന്നാലും ഇപ്പം വലിയ ഇത് കാണുന്നില്ല. ഇവിടെ അത്യാവശ്യത്തിനുള്ള ഗ്യാസൊക്കെ ആൾക്കാർ കൊണ്ടുവരുന്നുണ്ട്. വീട്ടിലൊക്കെ ബാധിച്ചോ? ഇത് വീട്ടിൽ ബാധിച്ച്. കാരണം നമുക്കിപ്പോൾ സിലിണ്ടർ 25 ദിവസം കഴിഞ്ഞെങ്ങാണ്ടേ ഇത് ഇപ്പം ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രശ്നമുണ്ട്. അതുകൊണ്ട് പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നു മോത്തി എന്തോ ഒരു ചോദ്യം ഞാൻ പറഞ്ഞു തുടങ്ങിയത് രാഹുൽ. അതായത് ഈ ചെറുകിട ഹോട്ടലുകളുടെ കാര്യത്തിൽ അവർ ഒരുപക്ഷെ പെട്ടെന്ന് കരുതൽ ശേഖരമൊന്നും ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് പൂട്ടി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായേക്കാം. പക്ഷെ കുറച്ചുകൂടി വലിയ ഹോട്ടലുകളുടെ കാര്യത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വികസിപ്പിച്ച് മോടി പിടിപ്പിച്ച് നടത്തിക്കൊണ്ടുവരുന്ന ഒരു ഹോട്ടൽ പാചകവാതകം കിട്ടാത്തത് കൊണ്ട് മാത്രം പെട്ടെന്നൊരു ദിവസം പൂട്ടി പോകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. അവരുടെ കയ്യിൽ ഒരുപക്ഷെ കരുതലുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും സംവിധാനങ്ങൾ അവർ കണ്ടിട്ടുണ്ടാവും. അവരോടുകൂടി നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് പറയുകയായിരുന്നു രാഹുൽ. മോത്തി, തീർച്ചയായും അത് തന്നെയാണ്. കാരണം ഇന്നലെ നമ്മൾ 2 തരത്തിലുള്ള ഹോട്ടലിലേക്കാണ് പോയത്. ഒന്ന് തുടങ്ങി 1 മാസം പോലും തികയാത്തൊരു ഹോട്ടലിലേക്ക് പോകുന്നു. അത് ചവറ ഭാഗത്തായിരുന്നു. തൊട്ടിപ്പുറത്ത് കൊല്ലത്ത് എല്ലാവർക്കും അറിയുന്ന പ്രസിദ്ധമായ സലീം ഹോട്ടലിലേക്കാണ് ഇന്നലെ നമ്മൾ ഉച്ചയ്ക്ക് പോയത്. അപ്പോൾ അവിടെയും ഈ പറയുന്ന അപ്പം, ചായ ഉൾപ്പെടെയുള്ള എല്ലാ വിഭവങ്ങളും കുറയ്ക്കുകയാണ് ചെയ്തത്. വലിയ പ്രതിസന്ധി ഉണ്ടെന്ന് പറയുന്നുണ്ട്. കാരണം എല്ലാവരും അത് ഈ വലിപ്പച്ചെറുപ്പമില്ലാതെ ഈ പ്രതിസന്ധി അനുഭവിക്കുന്നു എന്ന് തന്നെയാണ് ഇന്നലെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പുറത്തേക്കും ആളുകളിലൊക്കെ പ്രവർത്തിക്കുന്ന ഹോട്ടലിലേക്ക് കൂടി പോകണം എന്നുള്ളൊരു വസ്തുത കൂടിയുണ്ട്. എങ്കിൽ പോലും അങ്ങനെ വലിയ പാരമ്പര്യമുള്ള വർഷങ്ങളായി പ്രവർത്തിക്കുന്നത് 80-ലധികം വർഷം പഴക്കമുണ്ട് ഈ സലീം ഹോട്ടലിനൊക്കെ നമ്മൾ ഇന്നലെ പറയുകയും ചെയ്തു. പാരമ്പര്യമൊക്കെ അറിയാം. എൻ്റെ ആദ്യ ബിരിയാണി അനുഭവമൊക്കെ സലീം ഹോട്ടലിൽ നിന്നായിരുന്നു രാഹുൽ.